everyone, welcome back to our YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 3 ആണ്. എല്ലാവരും റെഡി അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കിയോ ആരെങ്കിലും? ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കാണുന്നവർ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അത്ര ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനത്തെ എക്സസൈസൊക്കെ ചെയ്യില്ലേ, അപ്പം നമ്മൾ സ്ലോയിൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ മസിൽസ് പ്രശ്നം വരും. അപ്പോൾ പതുക്കനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ പതുക്കനെ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുഡ് നമ്മൾക്ക് പെട്ടെന്നൊരു ദിവസം അത്ര ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിക്കുകയും ചെയ്യരുത്. കാരണം നമുക്ക് ഫുഡിലെ അളവ് കുറവ് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ദിവസം ചെയ്യുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും. ഗ്യാസ് കയറുക അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇടവിട്ട സമയങ്ങളിൽ നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കുക. ഒറ്റയടിക്ക് അധികം കയറ്റാണ്ട് കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഞാനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. നമ്മൾ ചോറാണ് മെയിൻ വില്ലൻ, നമ്മുടെ തടി കൂട്ടുന്ന ഒരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറാണ് മെയിൻ ഫാക്ടർ. അപ്പോൾ നമുക്ക് ചോറിൽ നമുക്ക് വല്ലാണ്ട് ഒരു ആരോഗ്യ ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടണില്ല. അപ്പോൾ നമ്മൾ ആ ചോറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഞാനൊക്കെ ആണെങ്കിൽ 2 നേരം ചോറ് കഴിക്കുന്ന ആളാണ്, നന്നായി കഴിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ലോണം കുറച്ചിട്ടുണ്ട്. ആ ഒരു മാറ്റം എനിക്ക് മാറ്റം എൻ്റെ ബോഡിയിൽ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്, എനിക്ക് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളും ചോറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക. എല്ലാവർക്കും ഇപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല എന്ന് വരാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ നന്നായി ആഡ് ചെയ്ത് കഴിക്കുക. പിന്നെ ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് കഴിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോച്ച് ഉണ്ടല്ലോ, ഞങ്ങളെ കോച്ച് ഞങ്ങൾക്ക് ഒരു മില്ലറ്റ് പൗഡർ വീട്ടിൽ തന്നെ പൊടിച്ച് കൊണ്ടുതരും ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളത് വാങ്ങിയിട്ട് അത് കുറുക്ക് പോലെ ആക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ നട്ട്സും ഒരു 5 കാഷ്യൂനട്ട്, ഒരു 5 ബദാം, അങ്ങനെ നമ്മൾ പിന്നെ റോബസ്റ്റ പഴം, 2-3 ഡേറ്റ്സ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും. അതിൽ പാൽ ആഡ് ചെയ്യുന്നവർക്ക് പാൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ചിയാ സീഡ്സ് അതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ദോശ, ഇഡ്ഡലി, പുട്ട്, ഉപ്പുമാവ്, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്വാണ്ടിറ്റി കുറവിൽ കഴിക്കാം. പിന്നെ വെള്ളം നന്നായി കുടിക്കണം. പിന്നെന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ 3ലേക്ക് കിടക്കാം. ഓക്കെ. സോറി ഗൈസ്, ഈ കാക്കകളുടെ സൗണ്ടും പക്ഷികളുടെ സൗണ്ടൊക്കെ കാരണം നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നില്ല എന്ന് തോന്നണ്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക, വേറെ മാർഗ്ഗമില്ല. പിന്നെ അകത്ത് നിന്ന് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു എന്താണെന്ന് വെച്ചാൽ, പുറത്ത് നിന്ന് നമുക്ക് ആ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വീഡിയോ എടുക്കുക നമുക്ക് ചെയ്യുന്നതിനും നമുക്കൊരു പ്രത്യേക ഒരു ഫീലുണ്ട് പുറത്ത് നിന്ന് ചെയ്യുമ്പോഴേ. അതാണ് ഞാൻ ഈ പുറത്ത് നിന്ന് എടുക്കണത്. കാക്കകൾ വീണ്ടും വന്നു നശിച്ച കാക്കകൾ. തല നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത് 5 ടൈംസ് റൈറ്റിലേക്കും 5 ടൈംസ് ലെഫ്റ്റിലേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പതുക്കനെ ചെയ്യുക. കഴുത്ത് ഉളുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പതുക്കനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ റൊട്ടേഷൻ പതുക്കനെ. ഓക്കെ. Lost in sound, we lose our fears. The rhythm drives, it's all we hear.
waves roar, our feet are echoing the floor. Lost in sound, we lose our fears. The rhythm drives, it's all we hear. ഉണ്ടല്ലോ 1 2 3 4 5 6 7 8 9 10. Tempo's high, a burning dance under the sky. We trade our fears for fleeting bliss. A night like this we can't dismiss. അപ്പോൾ നമ്മുടെ ഡേ 3 വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ. അപ്പോൾ നിങ്ങൾ വർക്കൗട്ടുകൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് തോന്നുകയാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ.